ഇന്ന് നമ്മൾക്ക് നല്ല സ്പെഷ്യലായിട്ടുള്ളൊരു ചായ ഉണ്ടല്ലോ, അതെ, ഹരീര. ഇത് ഡെലിവറി ഒക്കെ കഴിഞ്ഞ് ഇരിക്കുന്ന സ്ത്രീകൾക്കും അതുപോലെ തന്നെ എല്ലാവർക്കും, സ്ത്രീകൾക്കും കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം ഒരേപോലെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഡ്രിങ്കാണ്. നിങ്ങൾ മസ്റ്റായിട്ട് ഇത് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ നമുക്ക് പനിയൊക്കെ കഴിഞ്ഞിരിക്കുന്ന ആ ഒരു ടൈമിൽ, ചുമ ഒക്കെ ഉള്ള ടൈമിലും ഇത് നല്ലൊരു ഡ്രിങ്കാണ്. നിങ്ങൾ ഇതുവരെ ഇത് ട്രൈ ചെയ്തിട്ടില്ല, കുടിച്ചിട്ടില്ല എങ്കിൽ നിങ്ങൾ ഒരു വട്ടമെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഇത് നമുക്ക് ബോഡിക്ക് നല്ലൊരു എനർജറ്റിക് തരുന്നൊരു ഡ്രിങ്കാണ്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പം അതിന് വേണ്ടി നമ്മൾ ആദ്യം ഒരു പാലെടുക്കുക. പാനിലേക്ക് നമ്മൾ കുറച്ച് നെയ്യ് മതി, കുറച്ച് നെയ്യ് ഒഴിക്കുക. അതിലേക്ക് നമ്മൾ ഒരു 4-5 ഗ്രാമ്പും കൂടി ഇട്ട് അതൊന്ന് പൊട്ടത്തില്ലേ, ഗ്രാമ്പു ഒന്ന് ഇതാവുമ്പോൾ നമ്മളതിലേക്ക് കുറച്ച് വെള്ളം, അധികം വെള്ളം വേണ്ട, കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്തതിന് ശേഷം അത് നമ്മൾ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ച് കഴിഞ്ഞിട്ട് നമ്മളിതിലേക്ക് ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ്, അതായത് ഈ കാണുന്ന ലഡ്ഡു. ഇതാണെങ്കിൽ നമ്മുടെ എല്ലാ ഡ്രൈ ഫ്രൂട്ട്സും ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ നമ്മുടെ മധുരത്തിന് വേണ്ടി ഇത് ശർക്കരയാണ് കേട്ടോ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതെല്ലാം അടങ്ങിയിട്ടുള്ള ഒരു ലഡുവാണ്. ഇത് നമുക്ക് കടകളിലൊക്കെ കിട്ടും, ഇല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കിയാൽ മതി. ഈ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം പൊടിച്ചിട്ട് നമുക്ക് ഈ ഒരു രീതിയിൽ ഈ ഒരു ലഡു തയ്യാറാക്കാവുന്നതാണ്. ഈ ലഡുവാണ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ള എല്ലാ നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കുകയാണെങ്കിൽ ഇഷ്ടമുള്ള എല്ലാ ഡ്രൈ ഫ്രൂട്ട്സും ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ച ലഡുവാണ്. ഇത് നമ്മളുടെ ഒരു എത്ര ആൾക്കാർക്ക് വേണോ അതനുസരിച്ചിട്ട് ലഡു ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. നമ്മളൊരു 3 ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതും കൂടി ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് ഇത് തിളപ്പിച്ചെടുക്കണം. നന്നായിട്ട് തിളച്ച് വരുമ്പോൾ തന്നെ അതിൻ്റെ ആ കളേഴ്സൊക്കെ നല്ല മഞ്ഞ് നല്ല അടിപൊളി കളറായിട്ട് തന്നെ നമുക്ക് കിട്ടും. അതിനുശേഷം പിന്നെ നമ്മൾ ഗ്യാസ് അപ്പം തന്നെ ഓഫ് ചെയ്യണം. പിന്നെ ഒത്തിരി നേരം ഇട്ട് തിളപ്പിക്കേണ്ട. ഇത് നന്നായിട്ടൊന്ന് തിളച്ചൊക്കെ വന്നു കഴിയുമ്പോൾ തന്നെ ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് എക്സ്ട്രാ മധുരമൊന്നും ആഡ് ചെയ്യരുത്. ഇത് ഓവറായിട്ടുള്ള മധുരമൊന്നുമില്ല, ലൈറ്റ് മധുരമേ കാണുകയുള്ളൂ. ശർക്കരയാണ് ഇതിൽ ആഡ് ചെയ്തിരിക്കുന്നത്. ഇതിലേക്ക് നമ്മൾ പിന്നെ ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ പാലെന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി തിളപ്പിച്ച് വെച്ചിരിക്കുന്ന പാലാണ്. അല്ലെങ്കിൽ നിങ്ങൾ പിന്നെ തിളപ്പിക്കാത്ത പാലാണെങ്കിൽ ഇതിലിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുക. അതിൽ നല്ലത് നമ്മൾ സെപ്പറേറ്റ് തിളപ്പിച്ചെടുക്കുക. പാല് നല്ലതാണോ ഇല്ലയോ എന്ന് നമുക്ക് അന്നേരം അറിയാൻ പറ്റും. അപ്പം പാലും കൂടി നന്നായിട്ട് നല്ല തിളച്ചിരിക്കുന്ന പാല് തന്നെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു ചായ. അപ്പം അതിനുശേഷം നമുക്കത് ചൂടോടുകൂടി സെർവ് ചെയ്യാവുന്ന, ചൂടോടുകൂടി തന്നെ കുടിക്കണം. നല്ല ടേസ്റ്റാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും തീർച്ചയായിട്ടും ഇത് ഇഷ്ടപ്പെടുക തന്നെ ചെയ്യും. നിങ്ങൾ ഒരു വട്ടമെങ്കിലും ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. ഓക്കെ, താങ്ക് യു.